ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ജയൻ്റെ സ്കൂളിൽ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമാണ്. അതായത് നമുക്ക് ബാഗും ബുക്സും യൂണിഫോമൊക്കെ വാങ്ങിക്കാൻ പോകാനുണ്ട്. അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ചപ്പാത്തിയും മുട്ട റോസ്റ്റുമാണ്. അങ്ങനെ അപ്പോൾ കഴിച്ചതിന് ശേഷം നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 11:15 ആണ് പ്രോഗ്രാം വെച്ചേക്കുന്നത്. ഇന്ന് കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു, പിന്നെ ലഞ്ചും റെഡിയാക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല ലഞ്ച് ഉണ്ടാക്കുന്നതിൻ്റെ ഒന്നും. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു റെഡിയായതിന് ശേഷം നമ്മളിതാ സ്കൂളിലേക്ക് പോവുകയാണ്. സയൻ്റെ സ്കൂളിൻ്റെ പേര് ടൈം കിഡ്സ് എന്നാണ്. അപ്പോൾ അവിടെ തന്നെയാണ് സയൻ പ്ലേ ഗ്രൂപ്പും പിന്നെ സമ്മർ ക്യാമ്പിനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളവിടെ എത്തി. അതിനുശേഷം പ്രോഗ്രാം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് നഴ്സറിയിലുള്ള കുട്ടികൾക്കുള്ള ഓറിയൻറ്റേഷൻ പ്രോഗ്രാമാണ്. അപ്പോൾ സയനുള്ള ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന പാരൻസൊക്കെ ഒന്ന് സൈൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഒന്ന് സൈൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. അതിനുശേഷം നമ്മളൊന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ പുതിയ ബാഗൊക്കെ കിട്ടിയിട്ട് അങ്ങനെ സയൻ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സയൻ്റെ മിസ്സിൻ്റെ പേര് രാഖി എന്നാണ്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വന്നത് പോത്തീസിലേക്കാണ്. ഇവിടെ നിന്ന് സയന് ബോട്ടിൽ അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. അങ്ങനെ ഇവിടെ ഒരുപാട് ബോട്ടിൽ, ടിഫിൻ അങ്ങനെ കുറേ വെച്ചിട്ടുണ്ട്, ടിഫിൻ ബോക്സൊക്കെ. പിന്നെ ഇത് ബോട്ടിൽ പൗച്ചാന്ന് തോന്നുന്നു. അങ്ങനെ സയന് സ്പൈഡർമാൻ്റെ ബോട്ടിൽ വേണമെന്നുണ്ട് കുറേ നോക്കി, പക്ഷെ കിട്ടിയില്ല. ഇവിടെ ഉണ്ടായിരുന്നിട്ട് കഴിഞ്ഞതാണെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് ബോട്ടിലൊക്കെ പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തില്ല. ചൂടുവെള്ളമൊന്നും ആക്കാൻ പറ്റില്ലല്ലോ പ്ലാസ്റ്റിക് ബോട്ടിൽ, അതുകൊണ്ടാണ് പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാതിരുന്നത്. അങ്ങനെ ഒരുപാട് ബോട്ടിൽസ് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു സെക്ഷനിൽ നിന്ന്. അപ്പോൾ 3rd ഫ്ലോറിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു സെക്ഷനിൽ ഒരുപാട് ടിഫിൻ ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. ഞാനിപ്പോൾ വാങ്ങിച്ച ടിഫിൻ ബോക്സ് പുതിയത് തന്നെയാണല്ലോ സ്പൈഡർമാൻ്റെ, അപ്പോൾ അതുകൊണ്ട് അതുണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ ടിഫിൻ ബോക്സ് വാങ്ങിച്ചൊന്നുമില്ല. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു സെക്ഷനിൽ കണ്ടോ സ്പൈഡർമാൻ്റെ ബോക്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സ്പൈഡർമാൻ്റെ ബോക്സ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ സയൻ അതെങ്ങനെയോ കണ്ട് പിടിച്ച് നോക്കുകയാണ്. അപ്പോൾ വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ട് കുറേ പറഞ്ഞു, പക്ഷേ അവർക്ക് ബോക്സിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ വാങ്ങിച്ചിട്ട് വെറുതെ, അപ്പോൾ വാങ്ങിച്ചൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അത് വേണ്ട, അതിൻ്റെ യൂസ് ഇല്ല, വേറെ ബോട്ടിൽ സ്പൈഡർമാൻ്റെ നോക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ സെക്ഷനിൽ നിന്ന് വന്നു കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മളിതാ അങ്ങനെ 3rd ഫ്ലോറിൽ പോവാണ്. ഈ ഒരു സെക്ഷനിലും ഒരുപാട് ബോട്ടിലും ടിഫിൻ ബോക്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴത്തേക്കും സ്പൈഡർമാൻ്റെ ബോട്ടിലൊന്നും കണ്ടില്ല. എന്നിട്ട് ലാസ്റ്റ് പിന്നെ വിചാരിച്ചു ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ബോട്ടിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ ഈ ഒരു യെല്ലോ കളറിലുള്ള ബോട്ടിലാണ് വാങ്ങിച്ചത്. ഇങ്ങനെ ഒരു പ്ലെയിൻ ബോട്ടിൽ വാങ്ങിച്ചിട്ട് അതിൽ സ്പൈഡർമാൻ്റെ സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ സ്പൈഡർമാൻ്റെ സ്റ്റിക്കർ വെച്ചപ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഷോപ്പിൽ നിന്ന് സ്റ്റിക്കർ വാങ്ങിച്ചിട്ട് ഈ ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ ആ ബോട്ടിൽ വാങ്ങിച്ചത്. ഇത് കണ്ടോ, ഇത് ഷാർപ്നറാണ്. പെൻസിൽ മറ്റേ സൈഡിൽ വെച്ചിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ പെൻസിൽ നമുക്ക് ഷാർപ്പൻ ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ ഇത് കണ്ടോ, ഇത് പെന്നാണ്. നല്ല രസമില്ലേ ആ ഡോളിനെ കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ അടുത്ത് ഇങ്ങനത്തെ കീ ചെയിൻ ഉണ്ടായിരുന്നു ആദ്യം. ഈ ഒരു പെന്നിൻ്റെ വൈറ്റ് ഉണ്ട്, പിന്നെ ലാവൻഡർ, പിന്നെ ഒരു ഗ്രേ, ഇങ്ങനെ 3 കളേഴ്സിലാണ് ഉള്ളത്. വാങ്ങിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു ഭംഗി കണ്ടപ്പോഴത്തേക്കും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്താണ്. ഈ ഒരു സെക്ഷനിൽ സ്പൈഡർമാനെയും അയൺമാനും ഞാൻ കണ്ടുപിടിച്ചിട്ടാണ്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഞാനിവിടെ സ്പൂൺ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഇങ്ങനെ സ്പൈഡർമാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു തരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും വാങ്ങിച്ചില്ല. പിന്നെ നമ്മൾ ഫുഡ് കോർട്ടിൽ വന്നിട്ട് ചായയും സ്നാക്സും കഴിച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ ലഞ്ച് ബോക്സ് കെട്ടാനുള്ള ടവലുണ്ടല്ലോ അതും വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ ഒരു 2 ഹാൻഡ് കർച്ചീഫും വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ സയാന ഒരു 3 ടീഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം. പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് പെൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, മാർക്കർ. അപ്പോൾ പെർമനൻറ്റ് മാർക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സയാൻ കൊണ്ടുപോകുന്ന സാധനങ്ങളിലൊക്കെ പേരെഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്സ്. ബോട്ടിലും ടിഫിൻ ബോക്സിലൊക്കെ പേര് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പെർമനൻറ്റ് മാർക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് സൈന ഡ്രസ്സ് വാങ്ങിക്കാൻ വന്നപ്പോഴത്തേക്കും സൈന അവിടെ ഒരു കാറ് കണ്ടു. അപ്പോൾ അത് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചെറിയൊരു ജീപ്പ് വാങ്ങിച്ചു കൊടുത്തതാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി സ്റ്റിക്കർ വേറെ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഷോപ്പിൽ ചോദിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഗേറ്റ് വരെയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുൻപ് 2-3 ട്രെയിൻ പോയി. അപ്പോൾ അതിനുശേഷം നമ്മൾ ഗേറ്റ് തുറക്കുമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ പിന്നെയും തുറക്കുന്നില്ല. ഏകദേശം നമ്മളൊരു അരമണിക്കൂറിലും കൂടുതൽ ഇവിടെ ഉണ്ടായിരുന്നു ഗേറ്റ് ഇടയിൽ. പിന്നെ നല്ലപോലെ വിശക്കണവും ഉണ്ടായിരുന്നു കേട്ടോ. വേറെ വഴിക്ക് പോകാനും പറ്റില്ല. ഇവിടെ നിന്ന് കാറ് വളച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാവെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വളച്ചില്ല, ഈ വഴിക്ക് തന്നെ പോവാമെന്ന് വിചാരിച്ചു. പിന്നെ ആ ഗേറ്റ് തുറന്ന് അപ്പോൾ എന്താണ് വണ്ടിയൊക്കെ ഇങ്ങനെ ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ ഭയങ്കര ഒരു ആശ്വാസം, ഇപ്പോൾ തന്നെ വീട്ടിൽ പോവാലാന്ന് വിചാരിച്ചിട്ട്. അപ്പോഴത്തേക്കും പിന്നെ നോക്കുമ്പോഴത്തേക്കും പിന്നെയും ക്ലോസ് ചെയ്തിട്ടാ. നമ്മുടെ കാർ അവിടെ എത്തുമ്പോഴത്തേക്കും എന്തായാലും ക്ലോസ് ചെയ്യും. അപ്പോൾ പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി. എന്തായാലും ഇനി നെക്സ്റ്റ് തുറക്കുന്ന ടൈമിലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ രണ്ടാമത് അടിച്ചതിന് ശേഷം പിന്നെ ഒരു ട്രെയിൻ പോയുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ തുറന്ന് ഭയങ്കര ആശ്വാസം. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം സയാന് കിട്ടിയ ബാഗ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ബാഗ് ഇട്ട് നോക്കിയപ്പോഴത്തേക്കും സയാനേക്കാളും വലിയ ബാഗാണ് കേട്ടോ. പിന്നെ ഒരു ക്യാപ്പ് ഉണ്ട്. പിന്നെ ഒരു ടീഷർട്ട് വൈറ്റും യെല്ലോയും കളർ. അപ്പോൾ ഇത് എന്തെങ്കിലും സ്പെഷ്യൽ ഡേയിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാത്ത ദിവസം കളർ ഡ്രസ്സ് തന്നെയാണ്. ബാക്കിയുള്ള ബുക്സൊന്നും തന്നില്ല, അവർ സ്കൂളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡയറിയും പിന്നെ ഒരു 2 ബുക്സാണ് തന്നു വിട്ടേക്കുന്നത് വീട്ടിലേക്ക്. അപ്പോൾ ഡയറിയിൽ ഇനി പേഴ്സണൽ ഡാറ്റയൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബാഗിലുണ്ടായിരുന്നത്. പിന്നെ ഈ ബുക്സ് കൊടുത്തു വിടാൻ വേണ്ടി പറയുന്ന ടൈമിൽ നമ്മൾ കൊടുത്തു വിട്ടാൽ മതി. അതുവരെ വീട്ടിൽ വയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ പിന്നെ ബുക്സൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സയാന് നോക്കാൻ വേണ്ടി കൊടുക്കാനൊക്കെ പറഞ്ഞ് പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ കീറൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതിന് പകരം വേറൊരു കളറിങ് ബുക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പോത്തീസ് നിന്ന് വാങ്ങിച്ചത് ഇതൊക്കെയാണ്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതിന് ശേഷം വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ ഈ ഒരു 2 ടവലാണ് വാങ്ങിച്ചത്, ഹാൻഡ് കർച്ചീഫ് പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവരെ കയ്യിൽ കൊടുത്തു വിടണ്ട, ബാഗിൽ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി എന്നാണ് മിസ്സ് പറഞ്ഞത്. പിന്നെ ലഞ്ച് ബോക്സ് കെട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു 2 ടവലാണ് വാങ്ങിച്ചത് കേട്ടോ.
അപ്പോൾ വേറെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഡാർക്കായിട്ടുള്ള കളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കറി വീഴുക എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ തന്നെ കറ ആവില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ 2 കളറും ചൂസ് ചെയ്തത്. പിന്നെ എന്താ സയാൻ വാങ്ങിച്ച ബോട്ടിൽ ഈ ഒരു ബോട്ടിലാണ് വാങ്ങിച്ചത്. പിന്നെ എന്താണ് ഈ ഒരു 3 ബനിയൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. യെല്ലോയും പിന്നെ ഒരു വയലറ്റും ഒരു ഗ്രീൻ പോലത്തെ കളറും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടാണ് പിന്നെ സയാനെ ഉടുപ്പിക്കാറുള്ളൂ. എന്ത് പുതിയതായിട്ട് വാങ്ങിച്ചാലും ഒന്ന് വാഷ് ചെയ്യാറുണ്ട്. പിന്നെ 2 സോക്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, സയാൻ ക്യാപ്പൊക്കെ വെച്ച് ബുക്കൊക്കെ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ സയാൻ്റെ ബോട്ടിലൊന്ന് പേര് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാർക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പെർമനൻറ്റ് മാർക്കർ. അപ്പോൾ അത് വെച്ചിട്ട് ബോട്ടിലൊന്ന് പേര് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ചെയ്യാനുള്ളത് നമ്മൾ വേഗം ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പോകുന്ന ദിവസം നമ്മൾ ധൃതി പിടിച്ചിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ സൈഡിലായിരിക്കും വേണ്ട, നേരെ പിന്നെ സയനത ഈ ഒരു റെഡ് കളറുള്ള സോക്സും ഈ ഒരു ബ്ലൂ കളറുള്ള സോക്സുമാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലും പാക്കൊന്ന് അയക്കണമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചാണ്. പിന്നെ ഇതാണ് ടീഷർട്ട്. അപ്പോൾ സാധാരണ സയാൻ കോളറുള്ള ബനിയനൊന്നും ഇടാറില്ല കേട്ടോ. അപ്പോൾ കോളർ ഉണ്ടെന്നുള്ളത് ഇട്ടതിന് ശേഷമാണ് അവന് മനസ്സിലായത്. ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര താല്പര്യമൊന്നും ഇല്ല കേട്ടോ ഇതിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. കോളറുള്ള ഡ്രസ്സ് ഇടില്ല, തീരെ ഇഷ്ടമല്ല. ഷർട്ട് അതൊക്കെ ഇടാൻ ഭയങ്കര മടിയാണ്. ആദ്യമൊക്കെ ഇടുമായിരുന്നു. ഇപ്പോൾ കുറച്ച് വലുതായപ്പോഴത്തേക്കും അത് വേണ്ട, അത് ഇഷ്ടമല്ല എന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് ഡേ സയാന് ബോട്ടിൽ വേറെ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് വെള്ളം നിറച്ച് നോക്കിയപ്പോഴത്തേക്കും കുറച്ച് വെയിറ്റ് ഉണ്ട്. അപ്പോൾ സയാൻ ഇങ്ങനെ പൊക്കി കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അങ്ങനെ ഈ ഒരു ഷോപ്പിൽ വന്നപ്പോഴത്തേക്കും ഇവിടെ സ്പൈഡർമാൻ്റെ ബോട്ടിൽ കിട്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ആ ബോട്ടിൽ പിടിച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഗ്രിൽഡ് ചിക്കനും കുറച്ച് ഫ്രൈഡ് റൈസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.